ഹലോ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ പ്രവർത്തിക്കുന്ന പോളിടെക്നിക് കോളേജുകളിലെ ഇലക്ട്രോണിക് സ്ട്രീമിലെ ലെക്ചർ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ കേരള PSC ഓൾറെഡി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിന്റെ എക്സാം സ്ലോട്ട് ഓൾറെഡി വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് ഒക്ടോബർ സ്ലോട്ടിലാണ് എക്സാം സ്ലോട്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നിയർലി ഉള്ളൊരു 7, 8, 9 മന്ത്സ് ആണ്. ഇനി ഒരു 3 മാസം മുമ്പേ നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റ് ഒക്കെ PSC അനൗൺസ് ചെയ്യത്തുള്ളൂ. പക്ഷേ ഈ ഒരു കലണ്ടർ ഇയറിൽ ഒരു നല്ലൊരു വാർത്ത എന്ന് പറയാൻ, നാളെ ജാനുവരി 15-ാം തീയതി ഈ വർഷം നടത്താനിരിക്കുന്ന എല്ലാ എക്സാംസിനും കലണ്ടർ കൃത്യമായിട്ട് കേരള PSC നാളെ പബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊരു 7 മന്ത്സിൽ കൃത്യമായിട്ടുള്ള ഒരു വെയിറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ അടങ്ങുന്ന ഒരു സിലബസ് വെച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ 2 വർഷമായിട്ടാണ് PSC കൃത്യമായിട്ട് ഒരു വർഷത്തെ ഈ എക്സാം കലണ്ടറൊക്കെ അനൗൺസ് ചെയ്യുന്നത്. അപ്പം അതിന് ശേഷം വലിയ ഡിലേ ഒന്നും ഇല്ലാതെയാണ് PSC എക്സാംസ് നടത്തുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ടൈം ലെക്ചർ ഇലക്ട്രോണിക്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് 2019-ലാണ്. കൊറോണ കഴിഞ്ഞ് 2021-ലൊക്കെയാണ് എക്സാം നടന്നത്. പിന്നെ ഇതിൻ്റെ റിസൾട്ടും എല്ലാം പബ്ലിഷ് ചെയ്തത് 2022-ലാണ്. ആ ഒരു ടൈം ഡിലേ മാറിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും നല്ലൊരു വാർത്ത, ഈ ഒരു ഇയറിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, കൃത്യമായിട്ട് ഒരു നല്ല സിലബസ്, നമുക്ക് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു സിലബസിലും വെയിറ്റേജിലും നമുക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ ഏണസ്റ്റ് അക്കാഡമി ഈ എക്സാമിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ഫ്രീ വെബിനാർ ഒരുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ സബ്ജക്ട് എക്സ്പേർട്സ് ഈ സിലബസ് നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് പഠിച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, എത്ര ദിവസം റിവിഷന് വേണ്ടി മാറ്റി വെക്കണം, സിലബസിലെ സബ്ജക്ട്സ് ഒക്കെ എത്രത്തോളം നമ്മൾ ഡെപ്തിൽ പോകണം, PSC സ്ഥിരമായി ചോദിക്കുന്ന ഏരിയാസ് എന്തൊക്കെയാണ്, PSCയുടെ പുതിയ പാറ്റേൺ എങ്ങനെയാണ്. ഇപ്പം അസിസ്റ്റന്റ് പ്രൊഫസർ ഇലക്ട്രോണിക് സ്ട്രീമിലൊക്കെ എക്സാംസിനൊക്കെ നടത്തിയ സമയത്ത് ഡിഫിക്കൽട്ടി ലെവലൊക്കെ കുറച്ച് മാറിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് ഇപ്പം പോളി ലെക്ചർ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ, ഇലക്ട്രിക്കൽ സ്ട്രീമിലൊക്കെ എക്സാംസ് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ബേസിക് സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. 30 മാർക്സ് ആയിരുന്നു വെയിറ്റേജ്. അപ്പോൾ അവിടെയൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു ആ സബ്ജക്ട്സിൻ്റെ ഡെപ്തിൽ, മാത്സ് ഒക്കെ എത്രത്തോളം ഡെപ്തിൽ പോയി. എഞ്ചിനീയറിംഗ് മാത്സ് അല്ല, നമുക്കുള്ള ബേസിക് മാത്സ് ആണ്. അതേപോലെ സിവിലും ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സിലും ഒക്കെ അവർ ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നാളെ സിലബസ് പബ്ലിഷ് ആവുന്ന ഒരു സമയത്ത് നമ്മൾ അതിനെ ബേസ് ചെയ്തിട്ടൊരു സ്റ്റഡി പ്ലാനും എല്ലാം കൂടെ വെച്ചിട്ടാണ് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പഴയ ക്വസ്റ്റ്യൻ്റെ അനാലിസിസ്, PSCയുടെ പുതിയ പാറ്റേൺ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ഫാക്കൽറ്റി എക്സ്പേർട്ട്. അപ്പം കഴിഞ്ഞ ലെക്ചർ ഇൻ പോളിടെക്നിക് ഫസ്റ്റ് റാങ്ക് ജേതാവ് നമ്മുടെ ഐസക് സാബു ഈ സെഷനിൽ നമ്മളോടൊപ്പം ചേരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് സ്റ്റുഡൻസിന് ആളോട് ഇൻട്രാക്ട് ചെയ്യാവുന്നതാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോയത്, എത്രത്തോളം ഡെപ്തിലായിരുന്നു സിലബസ് ഒക്കെ പ്രിപ്പയർ ചെയ്തത്, അങ്ങനെയുള്ള ഇൻട്രാക്ഷൻസിന് നിങ്ങൾക്ക് ഉറപ്പായിട്ടും അവസരമുണ്ട്. ഇപ്പോൾ എന്തായാലും വെബിനാർ ഫ്രീ ആണ്. കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചോട്ടെ, ഏണസ്റ്റ് അക്കാഡമി ഈ ഒരു കോഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇൻറ്റൻസീവ് ഓൺലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സിലബസിലെ സബ്ജക്റ്റുകളെല്ലാം തന്നെ ബേസ് മുതൽ ഡെപ്ത് വരെ കവർ ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതിന് ഒരു 2-3 മന്ത്സ് മുമ്പ് തന്നെ നമ്മൾ സിലബസ് എല്ലാം കവർ ചെയ്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ചെയ്ത്, വൺസ് ഡേറ്റ് അനൗൺസ് ചെയ്താൽ പിന്നെ നമ്മൾ മോഡൽ എക്സാംസ് മാത്രമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ ദൂരീകരിക്കാനും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് തരാനായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പും മെൻ്റൽ സപ്പോർട്ടും ഉണ്ട്. ഒപ്പം PSCയുടെ പുതിയ ചോദ്യ പാറ്റേണെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വർക്കൗട്ട് സെഷനും മോഡൽ എക്സാംസ് ഒക്കെ നമ്മൾ നടത്തുന്നത്. പിന്നെ പോളിടെക്നിക് ലെക്ചർ, മെക്കാനിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ് സ്ട്രീമിലെല്ലാം തന്നെ ടോപ്പ് റാങ്ക് ഹോൾഡേഴ്സ് നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. നമ്മൾ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ് സ്ട്രീമിലെ എല്ലാ കോഴ്സിലും കഴിഞ്ഞ 5 വർഷം വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ആയിക്കോട്ടെ, പോളിടെക്നിക് ലെക്ചർ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് പ്രൊഫസർ ആയിക്കോട്ടെ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള എല്ലാ എക്സാംസും നമ്മുടെ കോച്ചിങ് നടത്തി വരികയാണ്. ഇപ്പോൾ നല്ലൊരു ഡിഫറൻറ്റ് സ്ട്രീംസിലെ ഫാക്കൽറ്റീസ് അടങ്ങുന്ന ഒരു കോർ ടീമാണ് നമുക്കുള്ളത്. ഉറപ്പായും അവരുടെ പ്രിപ്പറേഷൻ, അവരുടെ ഒരു ഇൻപുട്സ് നിങ്ങളുടെ പ്രിപ്പറേഷൻസിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ സാധിക്കും. ഇപ്പോൾ അഡ്മിഷൻസിനായിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കാണുന്ന ഗൂഗിൾ ഫോം നിങ്ങൾക്ക് ഫില്ല് ചെയ്യാവുന്നതാണ്. എന്തായാലും നിങ്ങൾ വെബിനാർ മിസ് ചെയ്യരുത്. അപ്പോൾ ഒരു കാര്യം കൂടെ ഓർമ്മിച്ചോട്ടെ, കഴിഞ്ഞ 5 വർഷങ്ങളിൽ നമ്മൾ ഡിഫറെൻറ്റ് സ്ട്രീംസിൽ ചെയ്ത എക്സാംസിൻ്റെ റിസൾട്ട്സൊക്കെ മോസ്റ്റ് ഓഫ് ഓൾ റിസൾട്ട്സ് എല്ലാം 2023, 2024 പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പബ്ലിഷ് ചെയ്ത റിസൾട്ടുകളിലെല്ലാം തന്നെ നമ്മൾ നടത്തിയ കോഴ്സിൽ ഒരു 85-90% ലിസ്റ്റുകളിലും ടോപ്പ് റാങ്കിൽ നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ റാങ്ക് ലിസ്റ്റിൻ്റെ നല്ലൊരു ശതമാനം സ്റ്റുഡൻസ് ഏണസ്റ്റ് അക്കാഡമിയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. അത് നമുക്ക് പോസിബിൾ ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റി ടീമാണ് നമ്മളോടൊപ്പം ഉള്ളത്. പിന്നെ നമ്മളെ വിശ്വസിച്ച് വരുന്ന നമ്മുടെ സ്റ്റുഡൻസ്, അവരുടെ ഹാർഡ് വർക്ക്, പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന മെൻറ്റേഴ്സ്. ഉറപ്പായും നിങ്ങളുടെ പ്രിപ്പറേഷൻ നെക്സ്റ്റ് ലെവലിലേക്ക് ഉയർത്താൻ ഏണസ്റ്റ് അക്കാഡമി നല്ലൊരു ഓപ്ഷനായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ എന്തായാലും നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. സാലറി സ്കെയിൽ കൊണ്ടും ജോബ് പ്രൊഫൈൽ കൊണ്ടും വളരെ അട്രാക്റ്റീവ് ആണ്. അപ്പം എന്തായാലും നിങ്ങളുടെ വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അപ്പം
ഈ പോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ജോബ് അപ്ഡേറ്റ്സിന് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്.